കൊച്ചു സുന്ദരിയെ അനുകരിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും അശ്ലീല പേജുകൾ. ലൈംഗിക വ്യാപാരത്തിന് പേജിലൂടെ കളമൊരുക്കുന്നതായി സൂചന. വിവരങ്ങളുമായി വെബ് ഡെസ്കിൽ നിന്നും NM ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, യഥാർത്ഥത്തിൽ ഈ കൊച്ചു സുന്ദരികൾ എന്ന പേജിനെ പിന്തുടർന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ പെൺവാണിഭ കേസ് വെളിച്ചത്തിലേക്ക് വന്നത്. ഒരർത്ഥത്തിൽ അതിന് അറുതി വന്നു എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല സ്ഥിതികൾ. ആശങ്കാജനകമാണ്. വീണ്ടും അതിനെ അനുകരിച്ച നിരവധി പേജുകൾ സജീവമാണ് എന്നാണോ നിലവിൽ അന്വേഷണത്തിൽ കണ്ടെത്താനാവുന്നത്? അരുൺ, തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചുസുന്ദരികൾ പേജ് പോലീസ് കണ്ടുപിടിക്കുകയും കൊച്ചുസുന്ദരികൾ പേജ് കൊച്ചിയിലെ ഓൺലൈൻ ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിച്ചു എന്ന് വ്യക്തമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം പേജുകളുടെ പ്രവർത്തനം ഒന്നുകിൽ നിലച്ചിരിക്കാം എന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾ വാർത്തയാവുകയും പിന്നീട് മാധ്യമങ്ങളിൽ നിന്ന് ഓൺലൈൻ ലൈംഗിക വ്യാപാര വാർത്തകൾ മാറുകയും പുതിയ വാർത്തകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ സാഹചര്യത്തിലാണ് പുതിയ പേജുകൾ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. രണ്ട് പേജുകളാണ് ഇത്തരത്തിൽ സജീവമായത്. പേര് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള പേജുകളാണ് പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കൊച്ചു വെടികൾ എന്ന പേരിലും ഉള്ള പേജാണ് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ഇപ്പോൾ നേടി ഫേസ്ബുക്കിൽ അടുത്ത ദിവസങ്ങളിലായി സജീവമായിരിക്കുന്നത്. ഇതിൽ പല അക്കൗണ്ടുകളിൽ നിന്നും പെൺകുട്ടികളുടെ പടങ്ങൾ, ചിത്രങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തും പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുന്ന കമൻറ്റുകൾ ഇടുകയും ചെയ്യുന്നു. ഇതിനേക്കാളപ്പുറം ആശങ്കയുണ്ടാക്കുന്ന കാര്യം, പല പേജുകളും ലൈംഗിക വ്യാപാരത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നതായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ പല പേജുകളിലും പല നമ്പറുകളും ലൈംഗിക വ്യാപാരത്തിന് ലഭിക്കുമെന്ന രീതിയിൽ പല നമ്പറുകളും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പലരും നമ്പറുകൾ തങ്ങൾക്ക് ഇത്തരം ഇടപാടുകൾ താല്പര്യമുള്ള നമ്പർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചുള്ള പോസ്റ്റുകൾ വന്നിരിക്കുന്നു. നിരവധി ഫോൺ നമ്പറുകളും വാട്സാപ്പ് നമ്പറുകളും ഈ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തീർത്തും ആശങ്കാജനകമായ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ പുറത്തുവരാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ നിരവധി പേജുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിലവിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലേറെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ലൈംഗിക വ്യാപാരത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ട്. ഇവയെ മാസ് റിപ്പോർട്ടിങ്ങിലൂടെ പൂട്ടിക്കണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഉയരുന്നത്. പലരും ഇത്തരത്തിൽ ക്യാമ്പയിന് വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നു. മേക്ക് വിമൺ സേഫ് ഓൺലൈൻ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുമ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ ഗ്രൂപ്പ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർ ഇടപെട്ട് സൈബർ പോലീസ് സഹായത്തോടെ പൂട്ടിക്കുകയുണ്ടായി. പക്ഷേ അതിൻ്റെ തുടർ നടപടികളും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം ഇത്തരം പേജുകൾ പൂട്ടിക്കുകയും ഇതിൻ്റെ അഡ്മിന്മാരെ സമൂഹ മാധ്യമത്തിൽ തുറന്നു കാണിക്കുകയും അവർക്കെതിരായി നടപടികൾ വേണമെന്നുമാണ് സമൂഹ മാധ്യമത്തിൽ ആകെ വരുന്ന ആവശ്യം. അരുൺ, ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഈ കൊച്ചു സുന്ദരികളെ അനുകരിച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അനുമാനിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പേജ് ലൈക്ക് ചെയ്യുകയും ആ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നവരെ ബന്ധപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് കച്ചവടം ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് ഈ ഓൺലൈൻ പെൺവാണിഭക്കാർ നടത്തുന്നത്. അതിന് അനുബന്ധമായാണ് ഈ പേജ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ തരത്തിൽ ഇതിനെ കാണാനാകുമോ? അത്തരത്തിലൊരു സാഹചര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതാണ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചത്. നിരവധി നമ്പറുകൾ ഈ പേജുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ കൊച്ചുസുന്ദരികൾ പേജിലും സമാനമായ രീതിയിലായിരുന്നു. ഇൻബോക്സ് ചെയ്യുന്ന തരത്തിലും കമൻറ്റുകൾ രീതിയിലും നിരവധി നമ്പറുകൾ ഉണ്ടായിരുന്നു. ഇതിലും നിരവധി ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കാൻ, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇതിലൊരു പേജിൽ നമുക്ക് കാണാൻ കഴിയും. ആ പേജിൽ നിരവധി നമ്പറുകൾ, 55ഓളം നമ്പറുകൾ കമൻറ്റുകളായി മാത്രം, അതിൽ തന്നെ പറയുന്നുണ്ട് കമൻറ്റുകളായോ ഇൻബോക്സ് ചെയ്യാനോ ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര നമ്പറുകൾ ഇൻബോക്സ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനാകില്ല. അങ്ങനെ നിരവധി നമ്പർ, ഇത് അഡ്മിൻ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം നിരവധി നമ്പറുകളാണ് ഇത്തരത്തിൽ പേജുകളിൽ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇത് ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള കളമൊരുക്കുന്ന രീതിയിലാണ് ഈ പേജുകൾ പ്രവർത്തിക്കുന്നത്, പേജുകൾ ഫേസ്ബുക്കിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതായത് ഈ നടികൾ, പ്രത്യേകിച്ച് സിനിമ സീരിയൽ നടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ മാർക്കറ്റിംഗ് ഇവർ നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ അങ്ങനെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലേക്ക് ചിത്രങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെയും സമാനമായ സാഹചര്യമാണ്. മറ്റൊന്ന്, ഇതിന്റെ അഡ്മിനെ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. പലതും വിദേശ രാജ്യങ്ങളിലാണ്. അങ്ങനെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും വിദേശ രാജ്യങ്ങളിലുള്ള അഡ്മിനിൽ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ വരെ കൊണ്ടുവരുന്നത് ഒരു സങ്കീർണമായ കാര്യമാണ്. സൈബർ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇതിന് അഡ്മിനെ ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ അതിന് ഫേസ്ബുക്കിൻ്റെ സഹായം തേടേണ്ടി വരും. കൊച്ചുസുന്ദരികൾ പേജിൻ്റെ അഡ്മിനെ കണ്ടെത്തിയതും അറസ്റ്റ് ചെയ്തതും ഇത്തരത്തിൽ കേരള പോലീസ് ഫേസ്ബുക്കുമായി ഇടപെട്ട് ഫേസ്ബുക്കിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. അതിൽ വളരെ സങ്കീർണമായ നൂലാമാലകളൊരു ഘട്ടം കടന്നു വേണം ഇത്തരത്തിൽ കണ്ടുപിടിക്കാൻ. വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇതിനെ അന്വേഷണ സംഘങ്ങൾ കണ്ടാൽ
മാത്രമേ ഇത്തരത്തിലുള്ള പേജുകളിലെ അഡ്മിന്മാരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അഡ്മിന്മാരെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് എത്രമാത്രം രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് സ്ഥിരീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു നിമിഷം, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, കൊച്ചു സുന്ദരി എന്ന ഫേസ്ബുക്ക് പേജ് അത് കേരളത്തിൽ ഓൺലൈൻ പെൺവാണിഭ രംഗത്ത് എത്രത്തോളം വിപ്ലവം എന്നത് ഞാൻ കോഴ്സിലാണ് പറയുന്നത് സൃഷ്ടിച്ചു എന്നത് നാം അടക്കം കണ്ടതാണ്. പക്ഷെ അതിന് അറുതി വരുന്നില്ല. അതിനെ അനുകരിച്ച് വലിയ തരത്തിൽ ഫേസ്ബുക്കിലൂടെ ഇത് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇത് വളരെ ആദായകരമായ ഒരു സംഗതിയാണ്. ആ തരത്തിൽ വ്യാപാരം നിലവിൽ വളരെ സജീവമായി പുരോഗമിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തോ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറാണ് എന്ന് തോന്നുന്നു, ശബ്ദം കൃത്യമായി കേൾക്കുന്നില്ല. ഒരിക്കൽ കൂടി ബന്ധപ്പെടാം. ഉണ്ണി, ഈ ലൊക്കാൻഡോ അടക്കമുള്ള സാർവദേശീയ സൈറ്റാണല്ലോ ലൊക്കാൻഡോയിൽ, അതായത് പെൺവാണിഭത്തിന് കൃത്യമായി ആളുകൾ ബന്ധപ്പെടുന്ന ലൊക്കാൻഡോയിലേക്ക് ഉള്ള പ്രധാന ലിങ്ക് ആയിരുന്നു ഒരർത്ഥത്തിൽ ഈ കൊച്ചു സുന്ദരി എന്നുള്ളത്. ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ സംശയിക്കാൻ സാധിക്കുമോ? നമുക്ക് അത്തരത്തിൽ ഒരു വിവരം നമുക്കിപ്പോൾ പറയാനാകില്ല. ലൊക്കാൻഡോ ഇതിൽ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട്, ലൊക്കാൻഡോയുടെ സഹായം എത്രത്തോളം ഇത്തരം സൈറ്റുകൾ ഇത്തരം പേജുകൾക്കുണ്ട് എന്ന് നമുക്ക് പറയാനാകില്ല. ഇപ്പോൾ പറയാനാകുന്നത് നിരവധി ചിത്രങ്ങൾ പല സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പല അക്കൗണ്ടുകൾ, പലരെയും സ്വന്തം അക്കൗണ്ടുകൾ നമ്മൾ വളരെ സുരക്ഷിതമെന്ന് കരുതി നമ്മൾ സുഹൃത്തുക്കളെ കാണിക്കുവാനായി അല്ലെങ്കിൽ ബന്ധുക്കളെ കാണിക്കുവാനായി സൗഹൃദ വലയങ്ങളിലേക്കായി നൽകുന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ നേരെ കോപ്പി ചെയ്ത് ഇത്തരം പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. സ്വാഭാവികമായി നമുക്കറിയാം, പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ ആർക്കും എപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് കോപ്പി ചെയ്യാൻ സാധിക്കും. അത്തരം ചിത്രങ്ങൾ അക്കൗണ്ടുകളിൽ നിന്ന് ഇത്തരം പേജുകളിൽ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവരുടെ ശരീരത്തെക്കുറിച്ച് ഇവരെക്കുറിച്ച് വളരെ മോശമായ പ്രതികരണങ്ങൾ, കമൻറ്റുകൾ ഇടുന്നു, പോസ്റ്റുകൾക്ക് തലവാചകങ്ങൾ ഇടുന്നു, അതിന് താഴേക്ക് കമൻറ്റുകൾ നിരവധി വരുന്നു. ഇതിനിടയ്ക്ക് ചില നമ്പറുകൾ നൽകി ഈ നമ്പറുകളോട് ഇടപാട് നടത്തുന്ന ഒരു രീതിയാണ് ഈ സൈറ്റുകൾക്ക് എന്ന് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. മാത്രമല്ല ഇത്തരം ഇടപാട് നടത്തുന്ന ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ പല ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടിരിക്കുന്നവർ, പോസ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ എല്ലാം പേരുകൾ നോക്കിയാൽ അവരുടെ വിവരങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഒട്ടുമുക്കാലും ഫേക്ക് ഐഡികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വളരെ സൂക്ഷ്മമായി തന്നെ ഇവർ വളരെ പിടിക്കപ്പെടാത്ത രീതിയിൽ തന്നെയുള്ള നീക്കങ്ങളാണ് ഇത്തരം പേജുകൾ ഇപ്പോൾ നടക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാസ് റിപ്പോർട്ടിങ്ങിലൂടെ ഇത്തരം പേജ് പൂട്ടിക്കാം എന്നുള്ളത് എളുപ്പമാണ്. മാസ് റിപ്പോർട്ടിങ് നിരവധി പേർ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാം. പക്ഷേ ഇത് വീണ്ടും മുളച്ചു പൊങ്ങാനുള്ള സാധ്യത ഒരുപക്ഷെ മറ്റൊരു പേരിൽ അല്ലെങ്കിൽ ഇതേ പേജ് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് രേഖകൾ നൽകിയാൽ, വിശ്വസിപ്പിക്കാവുന്ന രേഖകൾ നൽകിയാൽ മുളച്ചു പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഇത് തടയാൻ വേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമമായ നീക്കമാണ്. ഇതിന്റെ അഡ്മിന്മാരെ കണ്ടെത്തുക, അഡ്മിന്മാരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരിക, ഇത്തരത്തിൽ ഇടപെട്ടവരെ, കമന്റ് ഇട്ടവരെ, ഇത്തരത്തിൽ ലൈക്ക് ചെയ്തവരെ, ഇവരെയൊക്കെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരിക, പൊതുവിന്റെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരിക. ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കുക എന്ന രീതിയിൽ മാത്രമേ ഇത്തരം സൈറ്റുകളെ, ഇത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ ഇത്തരം പേജുകളെ ചെറുക്കാനാവുകയുള്ളൂ. മാസ് റിപ്പോർട്ടിംഗ് കൊണ്ട് പൂട്ടിക്കുക എന്നുള്ളത് അത്ര കണ്ടൊരു പരിഹാരമാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാനാകില്ല. ആരും ഉണ്ണി, ഇതിന് രണ്ട് വശങ്ങളില്ലേ. ഒന്ന്, സാങ്കേതികമായി അത്രത്തോളം പരിജ്ഞാനമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആളുകൾ ഇത് കൃത്യമായി ഇന്ന സൈറ്റാണ്, ഇതിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നറിയാവുന്നവരാണ്. മറ്റേ വിഭാഗം കൃത്യമായി ഇതറിയാത്തവരാണ്. എന്താണ് ഫേസ്ബുക്ക്, അതിൻ്റെ കൃത്യമായ ഉപയോഗം എന്താണ്, റിക്വസ്റ്റ് വരുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, ഫോട്ടോസ് കാണുന്നു, അത് ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, അതിനപ്പുറം കൂടുതൽ അവഗാഹമില്ലാത്തവരാണ്. ഇങ്ങനെ കെണിയിൽ പെട്ടുപോകുന്നവരും ഉണ്ടാവില്ലേ? അതെങ്ങനെയാവും ഇതിനെ ബാധിക്കുക? തീർച്ചയായും കെണിയിൽപ്പെട്ട് പോകുന്നവർ നിരവധി ഉണ്ടാകാമെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ പലരും ഫേസ്ബുക്കിലുണ്ടാകുന്ന ചതിക്കുഴികൾ മനസ്സിലാക്കാതെ സുഹൃത്തുക്കൾക്കായി സന്തോഷം പങ്കിടാനായൊക്കെ നിരവധി ചിത്രങ്ങൾ പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഫേസ്ബുക്കിൽ ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇവയൊക്കെ കൃത്യമായി സെക്യൂരിറ്റി അനുസരിച്ച് ചില രീതികൾ, ചില കസ്റ്റമൈസേഷൻ ഫേസ്ബുക്ക് തന്നെ നൽകുന്നുണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ, നമ്മുടെ ബന്ധുക്കൾക്ക് മാത്രം, അങ്ങനെ പല ഗ്രൂപ്പുകൾ, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളായി തിരിച്ച് അവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ തന്നെ ചിത്രങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യും. ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എല്ലാവർക്കും അങ്ങനെ എടുത്ത് കാണാൻ സാധിക്കില്ല. പലരും അതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ചിത്രങ്ങൾ എല്ലാവർക്കും എന്ന രീതിയിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുമ്പോഴാണ് പല ആളുകൾക്കും, ഒരുപക്ഷെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ചിത്രങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കുക, കിട്ടുക, ഈ ചിത്രങ്ങൾ കോപ്പി ചെയ്യാൻ സാധിക്കുക. ഇത് ഒഴിവാക്കുക, ഫേസ്ബുക്കിന്റെ സുരക്ഷാ രീതികൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു കാര്യം കൂടി, ഈ നേരത്തെ ഉണ്ണി തന്നെ സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്കിൽ നിന്ന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സജീവമായ ഇടപെടൽ നടത്തിയാൽ മാത്രമാണ് ഇതിന് ഒരു പരിധിവരെ
എങ്കിലും അറുതി വരുത്താനാകൂ. ഇവിടെ കൊച്ചു സുന്ദരികളെ സംബന്ധിച്ച് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ് എന്ന പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ നടത്തിയ ഇടപെടലാണ് ഈ രാഹുൽ പശുപാലന്റെ അടക്കമുള്ള വലിയ അറസ്റ്റിലേക്ക് യഥാർത്ഥത്തിൽ വഴിവെക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ എല്ലാ ജില്ലകളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇത് വലിയൊരു കോക്കസിന്റെ ഭാഗമാവുകയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഡ്മിൻസ് അടക്കം വിദേശ രാജ്യങ്ങളിലാണ് എങ്കിൽ പോലീസിന് എന്തു പ്രതിബന്ധമാകും ഇവിടെ സൃഷ്ടിക്കുക? പ്രത്യേകിച്ച് ഈ മേഖലയിൽ കൃത്യമായ അവഗാഹമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി അതിനെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അതിനുള്ളതൊരു വലിയ പ്രശ്നമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ നിരവധി സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എത്ര കേസുകളിൽ നടപടി ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആരും അറിയുന്നില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം സൈബർ നിയമത്തിൽ വിദഗ്ധരായവർ കേരളത്തിൽ കുറവാണ്. നമ്മുടെ പോലീസ് സേനയിലുള്ളവരെ തന്നെ സൈബർ വിങ്ങിലേക്ക് നിയോഗിക്കുകയാണ്. ഇവർക്ക് സാങ്കേതികമായ നൂലാമാല കടന്നു വേണം ഇത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ, ഇത്തരം നടപടികളിലേക്ക് പോകാൻ. ഫേസ്ബുക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനത്ത് നിന്ന്, ഇന്ത്യയിൽ ഹൈദരാബാദിലാണ് ഫേസ്ബുക്കിന് ആസ്ഥാനമുള്ളത്, ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ലഭിക്കണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പിൽ നിന്ന് കൃത്യമായി നടക്കുന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സാവധാനം മാത്രമേ ഇത്തരം വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിൽ സൈബർ നിയമത്തിൽ വിദഗ്ധരായവരെ നമ്മുടെ അന്വേഷണ സംഘങ്ങളിൽ, നമ്മുടെ പോലീസ് സേനയിൽ നിയോഗിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകാൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത്തരം ആക്ടിവിസ്റ്റുകൾക്കും പോലീസിനും അന്വേഷണത്തിൽ ഇടപെടുന്നവർക്കും എല്ലാം കൃത്യമായ പങ്കുണ്ട്. സ്വന്തം നിലയിൽ പേജിൽ ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുകയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സേനയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യണം. ഫേസ്ബുക്കിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നേടാൻ സാധിക്കണം. ഫേസ്ബുക്ക് തന്നെ അടുത്തിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം വിവരങ്ങൾ തേടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് അടുത്ത കാലത്ത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫേസ്ബുക്കിൽ നിന്ന് ഇത്തരം രഹസ്യ വിവരങ്ങൾ, ഫേസ്ബുക്ക് സൂക്ഷിക്കുന്ന വിവരങ്ങൾ, ഫേസ്ബുക്കിലെ അഡ്മിന്മാർ സംബന്ധിച്ച വിവരങ്ങൾ, അക്കൗണ്ട് ഉടമകൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തേടുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമാണ് അടുത്ത കാലത്ത് ഫേസ്ബുക്ക് ഇത്തരം വ്യാജ അക്കൗണ്ടുകൾ തടയാനായി റിയൽ നെയിം പോളിസി കർക്കശമാക്കിയത്. റിയൽ നെയിം പോളിസി കർക്കശമാക്കിയതോടുകൂടി നിരവധി അക്കൗണ്ടുകൾ പലർക്കും നഷ്ടപ്പെട്ടു. അവർക്ക് അവരുടെ പേര് ഇതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ രേഖകൾ, അവരുടെ വിശദാംശങ്ങൾ, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ ഇതൊക്കെ നൽകിയെങ്കിൽ മാത്രമേ ഫേസ്ബുക്ക് പേജ് തിരിച്ചു നൽകുകയുള്ളൂ എന്ന ഒരു നില വന്നു. ഇത്തരത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഫേസ്ബുക്ക് കർക്കശമാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഇതിൽ നിന്ന് വിവരങ്ങൾ തേടണമെങ്കിൽ നമ്മുടെ സേനയിൽ, നമ്മുടെ അന്വേഷണ വിഭാഗത്തിൽ സൈബർ നിയമം അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, ഇതിനെ എങ്ങനെ നേരിടാനാകും, ചെറുക്കാനാകുമെന്ന് അറിയാവുന്നവരുണ്ടാകണമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു അവഗാഹമില്ലാത്തതിൻ്റെ കുഴപ്പമായിരിക്കാം നിരവധി സൈബർ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അരുൺ. NM ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക് തന്നെ തിരിച്ചു തരാം. കൊച്ചു സുന്ദരിയെ അനുകരിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും അശ്ലീല പേജുകൾ, ലൈംഗിക വ്യാപാരത്തിന് പേജിലൂടെ കളമൊരുക്കുന്നതായും സൂചന.